പാർട്ടി തെരഞ്ഞെടുത്തതാണ് എന്നാണ് ഇവ രാഗേഷും MP ജയരാജനും ഒക്കെ പറയുന്നത്. ന്യായീകരണ ക്യാപ്സ്യൂളുകൾ അങ്ങനെയാ. ശരിയാ, പാർട്ടി തെരഞ്ഞെടുത്തതാ. പക്ഷെ എങ്ങനെയാണ് പാർട്ടി തെരഞ്ഞെടുത്തത്? അവിടെയാണ് MP ഗോവിന്ദന്റെ സ്വാധീനം. മണ്ഡലം കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതാ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരായിട്ട്. പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആഗ്രഹിക്കുന്ന ആളിനെ സ്ഥാനാർത്ഥിയാക്കാതെ മറ്റെന്ത് വഴിയാണ് പാർട്ടിക്കുള്ളത്? ജില്ലാ സെക്രട്ടറി രാഗേഷും പിന്നെ MP ജയരാജനൊക്കെ അവർക്കൊക്കെ MP ഗോവിന്ദൻ പറയുന്നത് അനുസരിക്കാനേ സാധിക്കുകയുള്ളൂ. നേരത്തെ DYFIയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ശരിയാ, പാർട്ടിയുടെ വനിതാ വിഭാഗത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ആന്തൂരില് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു. അവിടെ പ്രവാസി വ്യവസായി സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവര് ഒരു സമയത്ത് പ്രതിക്കൂട്ടിൽ നിന്നതാ. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനും പാർട്ടി സ്വാധീനിച്ച പോലീസും അവരെ ആ കേസിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം അവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള PK ശ്യാമളയ്ക്ക് സീറ്റ് കൊടുക്കരുത് എന്നായിരുന്നു പാർട്ടിയിലെ ഒരു നല്ല ശതമാനം ആളുകളുടെ അഭിപ്രായം. അതിനെ മറികടന്നാണ് MP ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് അവിടെ സീറ്റ് നൽകിയത്. തളിപ്പറമ്പിൽ നിന്ന് MP ഗോവിന്ദൻ 3 തവണ ജയിച്ചതാ. അതേ ഒഴിയുമ്പോൾ ഭാര്യ. ഇത് CPM-ല് കേട്ടുകേടിവില്ലാത്ത ചരിത്രമാണ്. അതിനെതിരെയാണ് TK ഗോവിന്ദൻ കലാപക്കൊടി ഉയർത്തിയത്. വെറും സീറ്റിന് വേണ്ടി ആയിരുന്നില്ല, പാർട്ടിയുടെ പ്രവർത്തനത്തിൽ വരുന്ന വലിയ പാളിച്ചകൾ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. നമ്മൾ ഇതിനെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതിനെയൊക്കെയാണ് എതിർത്തത്.